ശ്രദ്ധിക്കുന്ന ഒന്ന് രണ്ട് വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ബുക്ക് ഓഫ് ലെമന്റേഷൻ ചാപ്റ്റർ 5 വേഴ്സ് 21. ലെമന്റേഷൻ, വിലാപങ്ങളുടെ പുസ്തകം 5-ാം അധ്യായത്തിൻ്റെ താങ്ക് യു. വിലാപങ്ങളുടെ പുസ്തകം 5-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യം. ചാപ്റ്റർ 5 വേഴ്സ് 21. കർത്താവിൻ്റെ നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ബുക്ക് ഓഫ് ലെമന്റേഷൻ ചാപ്റ്റർ 5 വേഴ്സ് 21. വിലാപങ്ങളുടെ പുസ്തകം 5-ാം അധ്യായത്തിൻ്റെ 21-ാമത്തെ വാക്യമാണ് നമ്മൾ വായിച്ചത്. യഹോവേ, ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് ഞങ്ങളെ നിങ്കലേക്ക് മടക്കി വരുത്തണമേ. അടുത്ത വാക്യത്തിൽ പറയുന്നത്, ഞങ്ങൾക്ക് പണ്ടത്തെ പോലെ ഒരു നല്ല കാലം വരുത്തണമേ. വിലാപങ്ങളുടെ പുസ്തകത്തിൽ യെരമ്യാവ് ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ തന്നെ വേദനിപ്പിച്ച ദൈവത്തിന് 34 കൂട്ടം കാര്യങ്ങൾ വിലാപങ്ങളുടെ പുസ്തകം 5-ാം അധ്യായത്തിനോടുള്ള ബന്ധത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ആ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ആപ്തവാക്യമായി സമ്മറിയായി താൻ ഓർപ്പിച്ച ഒരു വാക്യമാണ് നമ്മൾ വായിച്ചത്. തൻ്റെ ഹൃദയത്തിൽ വളരെ വേദനാജനകമായി, ഹൃദയത്തിൽ ഭാരമുണ്ടായി പ്രവാസത്തിലേക്ക് പോയ യിരെമ്യാവിന് കണ്ണുനീരിൻ്റെ പ്രവാചകനായ ദൈവത്തിൻ്റെ ആലോചനക്കാരനായ ദൈവത്തിന് അനാഥോത്തിലെ പുരോഹിതന്മാരിലൊരുത്തനായ യിരെമ്യാവിനെ ദൈവം കണ്ടു. യിരെമ്യാവിനെ കുറിച്ചൊക്കെ ബുക്ക് ഓഫ് ജെറമിയ ചാപ്റ്റർ 1 വേഴ്സ് 5 നിന്നും കാണുവാൻ കഴിയും. ഉദരത്തിൽ വെച്ച് അവനെ വിളിച്ച് വേർതിരിച്ച് പുറത്തു വരുന്നതിന് മുമ്പ് അവനെ വിശദീകരിച്ച് ജാതികൾക്ക് പ്രവാചകനായ ദൈവം നിയമിച്ച് രാജ്യങ്ങളുടെ മേലും രാജാക്കന്മാരുടെ മേലും നിയമങ്ങളുടെ മേലും സമൂഹത്തിന്മേലും രാഷ്ട്രങ്ങളുടെ മേലും ദൈവത്തിൻ്റെ ആലോചനയെ വിളിച്ചറിയിക്കുന്ന ഒരു ശക്തമായ ദൈവശബ്ദമായിരുന്നു യിരെമ്യാവിൻ്റെ. ആ യിരെമ്യാവ് ഇസ്രായേൽ ജനത്തിനു വന്ന ഭാരമുള്ള അനേക വിഷയങ്ങളെ നോക്കിക്കൊണ്ട് താൻ ദൈവസ്ഥതയിൽ പറയുന്ന ഒരു ദൂതാണ് നമ്മൾ വായിച്ചു കേട്ടത്. ദൈവത്തിന് ആ വാക്യം എന്താണ്? 21-ാം വാക്യം. യഹോവേ, ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് ഞങ്ങളെ നിങ്കലേക്ക് മടക്കി വരുത്തണമേ. ഞങ്ങൾക്ക് പണ്ടത്തെ പോലൊരു നല്ല കാലം ദൈവത്തിന് സ്തോത്രം ചെയ്തു. ഈ വാക്യം പലപ്പോഴും ഞാൻ ധ്യാനിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്ന വാക്യമാണ്. നല്ല കാലം ദൈവത്തിന് സ്തോത്രം. ഈ നല്ല കാലത്തെ നമുക്ക് 2-3 തരംതിരിക്കുവാൻ കഴിയും. ഒന്ന്, നാഷണൽ, ദേശത്തിൻ്റെ രാജ്യത്തിൻ്റെ നല്ല കാലം. അതിൽ എത്ര പേർക്ക് സന്തോഷമുണ്ട്? ഇപ്പോൾ യിരെമ്യാവ് പ്രവചിച്ചിരിക്കുന്ന നാഷണൽ, ദേശീയമായ നല്ല കാലം. ദേശത്തിനൊരു നല്ല കാലം വന്നാൽ ആ രാജ്യത്ത് താമസിക്കുന്നവർക്കൊക്കെ നല്ലതാണ്. നമ്മളൊരു രാജ്യത്ത് പാർക്കുമ്പോൾ ഈ രാജ്യത്ത് എന്തെല്ലാം പോസിറ്റീവായി എന്തെല്ലാം നന്മകളുണ്ടോ രാജ്യത്തിനുണ്ടോ അതെല്ലാം ഇവിടുത്തെ ദൈവമക്കൾ പ്രജകൾ അനുഭവിക്കും. അപ്പോൾ നമ്മൾ കടപ്പെട്ടവരാണ് ഈ രാജ്യത്തിനൊരു നല്ല കാലം വരാൻ. എത്ര പേരെന്ന് പകൽ അതിൽ ആഗ്രഹിക്കുന്നവരുണ്ട്? നമ്മളെല്ലാം അറിയുന്നത് പോലെയും ഗ്രഹിച്ചിരിക്കുന്നത് പോലെയും കഴിഞ്ഞ നാളുകളിൽ അനേക വിശുദ്ധന്മാർ ഇവിടെ നിന്ന് ലോകത്തിൻ്റെ പലയിടങ്ങളിൽ കടന്നുപോയെങ്കിൽ ഈ നാളുകളിൽ ദൈവം നമ്മെ ഈ രാജ്യത്തിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനും ജാഗരിപ്പാനും ദൈവം നമ്മെ അവിടെ ഇവിടെയായി ദൈവം നട്ടിരിക്കുകയാണ്. അപ്പോൾ നാഷണൽ, ദേശത്തിൻ്റെ നല്ല കാലം, ആമേൻ, അതിനുവേണ്ടി നാം പ്രാർത്ഥിക്കാൻ കടപ്പെട്ടവർ. ഇത് ഞാനൊന്നും അറിഞ്ഞില്ല, കേട്ടില്ല, ദേശത്ത് എന്തെങ്കിലും നടക്കട്ടെ എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് ഒഴിഞ്ഞിരിപ്പാൻ നമുക്ക് ആർക്കും വകയില്ല. ഒഴിഞ്ഞിരുന്നാൽ ദേശത്തിന് ലഭിക്കേണ്ട പല നന്മകളും നമുക്ക് ലഭിക്കാതെ മറ്റു രാജ്യങ്ങൾ കൊണ്ടുപോകാൻ ഇടയായിത്തീരും. അതിനുവേണ്ടിയായ ദിവസങ്ങളിൽ ചെയിൻ പ്രയറുകൾ, ആരാധനകളൊക്കെ കൂടി വരുമ്പോൾ പ്രധാനമായും ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഇടയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങളുടെ ചെറിയ കുടിവരവുകളിൽ ഞങ്ങൾ ദേശത്തിന് വേണ്ടി ശക്തമായി 3-4 പേരുകൾ ഞങ്ങൾ പ്രാർത്ഥിപ്പാനിടയായി. ഒരുപക്ഷെ അത് കേൾക്കുമ്പോൾ ഇതാര് കേൾക്കുന്നു, ഇതാരറിയുന്നു എന്നൊക്കെ ഒരുപക്ഷെ ചിന്തിച്ചേക്കാം. ആരും കാണുന്നില്ലെങ്കിലും കേൾക്കുന്നില്ലെങ്കിലും ഇന്ന് പകൽ ദൈവമക്കളെ കേൾക്കുന്ന ഒരുവൻ ഉയരത്തിലുണ്ട്. രാവിലെ സമയം പാടിയതുപോലെ ഒരു ഉന്നതൻ നമ്മുടെ മകളിലുണ്ട്. ഒരു അത്യുന്നതൻ നമുക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അവിടെ ഇവിടെയായ ദിവസങ്ങളിൽ ദൈവമക്കൾ ഉണരുകയും ഇന്ന് പകൽ സാക്ഷികൾ കേട്ടതുപോലെ ചെയിൻ പ്രയറുകളും സുവിശേഷത്തിൻ്റെ ആത്മാവും ദൈവപ്രവൃത്തികളും ഒക്കെ നടക്കുമ്പോൾ ദേശത്തിന്മേൽ ദൈവം ചില മിന്നലുകളെ അയക്കും. ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി ഉണ്ടാകുവാൻ ഇടയായിരുന്നു. അപ്പോൾ ദേശത്തിൻ്റെ നല്ല കാലം, ആമീൻ, അത് നമുക്കൊരു അനുഗ്രഹമാണ്. നല്ല കാലത്തെ 3 തരംതിരിക്കാം. 2 പേഴ്സണൽ, ഒന്ന് ഞാൻ പറഞ്ഞ നാഷണൽ, ദേശത്തിന്. 2 പേഴ്സണൽ, വ്യക്തിയുടെ നല്ല കാലം.
അത് കൂടുതൽ നമ്മൾ ഇഷ്ടപ്പെടുന്നുണ്ട്. ഒരു വ്യക്തിക്ക്, ഒരു കുടുംബത്തിൽ നല്ല കാലം വന്ന ആ കുടുംബത്തിനെല്ലാം ഗുണമായി. കാരണം ശ്രദ്ധിച്ചാട്ടെ, നമ്മുടെ കുടുംബങ്ങളിലൊക്കെ വ്യക്തികൾക്കൊരു നല്ല കാലം വന്നെങ്കിൽ അതൊരു അനുഗ്രഹമാണ്. ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്, അധികമായി വരാൻ ദൈവം നമ്മെ കുറിച്ചാണ്. മൂന്നാമത് സഭയുടെ നല്ല കാലം. അപ്പം നല്ല കാലത്തെ ഇന്ന് പകൽ മൂന്നായി തരംതിരിച്ച് നമുക്ക് സമയോചിതം പോലെ ചിന്തിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഒന്നാമത് ദേശത്തിന്റെ നല്ല കാലം, 2 വ്യക്തിയുടെ നല്ല കാലം, 3 സഭയുടെ നല്ല കാലം. കണ്ണുനീരിന്റെ പ്രവാചകനായ യിരെമ്യാവ് ദൈവസന്നിധിയിൽ കരഞ്ഞു പ്രാർത്ഥിക്കുന്ന ഒരു സ്തോത്ര വ്യക്തിയായിരുന്നു. യിരെമ്യാവിന്റെ ബുക്ക് കംപ്ലീറ്റ് നോക്കിയാൽ തന്റെ തലയെ വെള്ളവും കണ്ണുനീരുമാക്കി മാറ്റി അനേക ഭാഗങ്ങൾ നമുക്ക് കാണുവാൻ കഴിയുന്നു. ഇവിടെ യിരെമ്യാവ് നല്ല കാലം വരുത്തണമേ എന്ന് പറയും. വീണ്ടും തന്റെ പുസ്തകത്തിൽ ഈ കാലത്തെക്കുറിച്ച് എംഫസിസ് ചെയ്ത് എടുത്ത് വീണ്ടും പറയുന്നുണ്ട്. ദ ബുക്ക് ഓഫ് ജെറമിയ ഒന്നെടുക്കുക, ചാപ്റ്റർ 8, അതിൻ്റെ 8-ാം അധ്യായത്തിൻ്റെ ചാപ്റ്റർ 8 വേഴ്സ് 7, 8-ന്റെ 7-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. ആകാശത്തിലെ പെരിഞ്ഞാറ തന്റെ മടങ്ങി വരാനുള്ള കാലം അറിയുന്നു. ഇവിടെ നല്ല കാലം മടങ്ങി വരണം, പണ്ടത്തെ പോലെ മടങ്ങി വരണമെന്ന് പറഞ്ഞിട്ട് പ്രവചനാത്മാവിൽ ദൈവം കൊടുത്ത ഒരു ദൂത് 1-2 പക്ഷികളോടുള്ള ബന്ധത്തിലാണ്. ഒന്ന് ഇവിടെ പറയുന്നത് പെരിഞ്ഞാറ് എന്നുള്ളതാണ്. പ്രൈസ് ലോർഡ്. രണ്ടാമത് ഇവിടെ പറയുന്നത് കുറുപ്രാവ്, മറ്റൊന്ന് കൊക്ക്, മറ്റൊന്ന് മീവൽ പക്ഷി. പെരിഞ്ഞാറ്, കുറുപ്രാവ്, മീവൽ പക്ഷി, കൊക്ക്, 4 പക്ഷികളെ ദൃഷ്ടാന്തമാക്കിക്കൊണ്ട് മടങ്ങിവരവിനെ കുറിച്ച് ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ യിരെമ്യാവ് വിളിച്ചു പറയുന്നുണ്ട്. ദൈവത്തിന്റെ സ്തോത്രം. ഒന്നാമത് ഓർപ്പിക്കുന്നത് പെരിഞ്ഞാറെ കുറിച്ചാണ്. പെരിഞ്ഞാറെ കുറിച്ച് ദൈവത്തിന്റെ വചനത്തിൽ അനേക കാര്യങ്ങളുണ്ട്. ആ വാക്യത്തോടുള്ള ബന്ധത്തിൽ എടുത്തുകൊണ്ട് യിരെമ്യാവ് പറഞ്ഞ ആ ദൂതിന്റെ പ്രസിദ്ധമായ ഭാഗത്തിൽ പെരിഞ്ഞാറയോടുള്ള ബന്ധത്തിൽ 1-2 കാര്യങ്ങൾ ഓർപ്പിക്കാൻ കഴിയുന്നു. 104-ാം സങ്കീർത്തനത്തിന്റെ 17-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. 104-ാം സങ്കീർത്തനം. പെരിഞ്ഞാറയ്ക്ക് സരളവൃക്ഷങ്ങൾ പാർപ്പിടമാകുന്നു എന്നാണ്. പെരിഞ്ഞാറ കൂടുവെക്കുന്നത് സരളവൃക്ഷത്തിലാണ്. ഈ സരളവൃക്ഷം എന്ന് പറയുന്ന വളരെ ഉയരത്തിലുള്ള ഒരു വൃക്ഷമാണ് സരളവൃക്ഷം. ഇത് ഉയരത്തിൽ ഇങ്ങനെ കൂടുവെക്കുകയാണ്. അതിൻ്റെ അർത്ഥം പെരിഞ്ഞാറ ഏറ്റവും ഉയരത്തിൽ കൂടുവെക്കുന്നത് മറ്റ് ഇഴജന്തുക്കളൊന്നും കയറി തൻ്റെ കുഞ്ഞുങ്ങളെയോ അതിൻ്റെ മുട്ടയോ ഒന്നും ആക്രമിക്കാതിരിക്കാൻ ഇത് ഉയരത്തിലായി ഇത് കൂടുവെക്കുന്നത്. ഇതെന്താ നമ്മെ വിളിച്ചറിയിക്കുന്നത്? ദൈവമക്കളായ നാം ഉയരങ്ങളിൽ ദൈവമായിട്ടുള്ള ആത്മീയ ബന്ധത്തിൽ അടുത്തു കഴിഞ്ഞാൽ ഒരു ഇഴജന്തുക്കൾക്കും ഒരു സാത്താന്യ ശക്തികൾക്കും നമ്മളെ തൊടാൻ കഴിയാതെ വണ്ണം എത്രത്തോളം കർത്താവിനോട് അടുത്തിരിക്കാമോ അത്രത്തോളം സുരക്ഷിതത്വം നമുക്കുണ്ടെന്ന് ഈ പെരിഞ്ഞാറ് നമ്മെ വിളിച്ചറിയിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പ്രവചനാത്മാവിൽ പറയുന്നത്, സരളവൃക്ഷങ്ങൾ പെരിഞ്ഞാറയ്ക്ക് പാർപ്പിടമാകുന്നു. വളരെ ഉയരത്തിലുള്ള ഒരു വൃക്ഷമാണ് സരളവൃക്ഷം. ഉയരത്തിലാണ് പെരിഞ്ഞാറ് കൂടുവെക്കുന്നതായിട്ട് കാണുവാൻ കഴിയുന്നുണ്ട്. സരളവൃക്ഷത്തെക്കുറിച്ച് പറയുമ്പോൾ ഹോശേയ പ്രവചനം 14-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം എന്നോട് ചേർന്ന് വായിക്കാൻ കഴിയും. സരളവൃക്ഷം കാറ്റ് വന്നാലും അതുപോലെ തന്നെ മഴ വന്നാലും, എത്ര ശക്തമായ പേമാരിയും മഴയും കാറ്റും വന്നാലും ഈ സരളവൃക്ഷം അത് ബലത്തോടെ പിടിച്ചു നിൽക്കും. അത് കടപഴുതി വീഴുകയില്ല. ഇതുപോലെ ദൈവമക്കളുടെ ജീവിതത്തിൽ എത്ര ശക്തമായ കാറ്റും പേമാരിയും പ്രതികൂലങ്ങൾ വന്നാലും അതിനെ ബാലൻസ് ചെയ്ത് നിൽക്കാനുള്ള ദൈവകൃപ നമുക്ക് ദൈവം തന്നിട്ടുണ്ട്. ക്രിസ്ത്യ ജീവിതത്തിൽ കാറ്റുകൾ വരാം, എന്നാൽ അതിന്മേൽ ഉലച്ചിലുകൾ വരുമ്പോൾ അത് സ്തോത്രം, അത് തകർന്നു വീഴാതെ വണ്ണം നമ്മെ നിർത്തുന്ന വലിയവനായ ദൈവത്തിന്റെ ഒരു സാന്നിധ്യം നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ദൈവത്തിന്റെ പെരിഞ്ഞാറയോടുള്ള ബന്ധത്തിൽ ഓർപ്പിക്കുകയാണ്, അത് തൻ്റെ മടങ്ങി വരവിനുള്ള കാലം അറിയുന്നു. ലേവ്യ പുസ്തകം 11-ാം അധ്യായത്തിന്റെ 1-8 വാക്യങ്ങളിൽ ആ പെരിഞ്ഞാറെ കുറിച്ചൊക്കെ കാണുവാൻ കഴിയുന്നുണ്ട്. ആ ഭാഗത്തേക്ക് ഞാൻ കടക്കുന്നില്ല. എന്നാൽ പെരിഞ്ഞാറ മടങ്ങി വരവിനുള്ള കാലം അറിയുന്നു. ദൈവത്തിന് സ്തോത്രം. ആമേൻ. പിന്നീട് പറയുകയാണ്, ഹല്ലേലൂയ, ആമേൻ. കുറുപ്രാവ്, പ്രാവിനെ കുറിച്ച് ധാരാളം നാം കേട്ടിട്ടുണ്ടായിരുന്നു. പ്രാവ് എപ്പോഴും നാഹൂം പ്രവചനം അതിൻ്റെ 2-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യത്തിലേക്ക് വന്നാൽ
ഞരങ്ങിക്കൊണ്ടിരിക്കുന്നു, കുറുകിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് പ്രാവ്. ദൈവമക്കൾ കുറുകി ഞരങ്ങിക്കൊണ്ടിരിക്കുന്നു എന്ന് ദൈവവചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ദൈവസ്തോത്രം. നമ്മുടെ ആത്മാവ് ദൈവത്തിന് എപ്പോഴും ഞരങ്ങി കുറുകിക്കൊണ്ടിരിക്കുക. അനേക വിഷയം. പ്രാവിൻ്റെ കണ്ണുകളെന്ന് പറയുന്നത് എപ്പോഴും നനഞ്ഞിരിക്കുന്നു. ദൈവമക്കളുടെ കണ്ണുകൾ എപ്പോഴും നനമുള്ള ഒരു അനുഭവത്തെ കാണിക്കുന്നു. പ്രാവ് കൂട്ടം വിട്ട് നടക്കുകയില്ല. പ്രാവ് എപ്പോഴും ഒരു സമാധാനം ആഗ്രഹിക്കുന്നു. അനേക കാര്യങ്ങൾ പ്രാവിനോടുള്ള ബന്ധത്തിൽ പറയുവാനുണ്ട്. ഉത്തമഗീതത്തിലേക്ക് വന്നാൽ 2-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, പ്രാവ് ആമീൻ, കുറുപ്രാവിന്റെ ശബ്ദം നാട്ടിൽ കേൾക്കുന്നു. ആമീൻ. ആ വാക്യം ഒന്ന് വായിക്കാം. ഉത്തമഗീതം 2-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യം. ശീതകാലം കഴിഞ്ഞു, മഴയും മാറിപ്പോയല്ലോ. ആ ആ ആ കുറുപ്രാവിന്റെ ശബ്ദം നമ്മുടെ നാട്ടിൽ കേൾക്കുന്നു. ദൈവത്തിന് സ്തോത്രം. കുറുപ്രാവിന് ശീതകാലം കഴിഞ്ഞ് മഴയെല്ലാം മാറിപ്പോകുമ്പോൾ ഒരു സന്തോഷം വരുന്നത് പോലെ ദൈവമക്കൾക്ക് ദൈവത്തിന് സ്തോത്രം. കുറുപ്രാവിന്റെ ശബ്ദം നാട്ടിൽ കേൾക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവമക്കൾക്ക് ആത്മീയമായ ജീവിതത്തിൽ മഴയും കാറ്റുമൊക്കെ മാറി ഒരു സന്തോഷത്തിന്റെ അനുഭവത്തെയാണ് അത് വിളിച്ചറിയിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം ചെയ്യും. അപ്പോൾ ഇവിടെ യിരെമ്യാവ് ചില ദൃഷ്ടാന്തങ്ങൾ പറയാണ്. പെരിഞ്ഞാറ്, കുറുപ്രാവ്, പിന്നീട് ഒന്ന് അവിടെ വർപ്പിക്കുന്നുണ്ട് കൊക്ക്. ദൈവത്തിന് സ്തോത്രം. കൊക്കിനെ കുറിച്ച് ധാരാളം കാര്യങ്ങൾ നമുക്കറിയാം. ദൈവത്തിന് സ്തോത്രം. അത് കൊക്ക് എപ്പോഴും അത് പാടത്തിൽ അത് ചെളിയിലൊക്കെ ഉറച്ചു നിൽക്കുന്നെങ്കിലും അതിൻ്റെ കളറ് വളരെ വെളുപ്പമാണ്. അതൊക്കെ ഒത്തിരി ആത്മീയാർത്ഥങ്ങളുണ്ട്. അതിലേക്കൊന്നും ഞാൻ വിശദീകരിക്കുന്നില്ല. ഇതിൻ്റെ ചുണ്ട കൊണ്ട് ഇതിങ്ങനെ തോട്ടിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാം. പുതിയ തലമുറയ്ക്ക് അറിയത്തില്ലെങ്കിലും തോട്ടിലുള്ളതായ മത്സ്യങ്ങളൊക്കെ വരുന്നത് നോക്കിയിരിക്കും. വലിയ വലിയ മത്സ്യങ്ങൾ വരുവാണെങ്കിൽ അതിങ്ങനെ മാറി അങ്ങ് നിൽക്കും. ചെറിയ മത്സ്യങ്ങൾ വരുവാണെങ്കിൽ വെട്ടി രണ്ടായിട്ട് എന്ത് കൊടുക്കും. കൊക്കിന് ബുദ്ധിയുണ്ട്. നിങ്ങൾ സ്വതന്ത്രം പറഞ്ഞില്ല. വലിയ വാളയോ വലിയ മത്സ്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ചുണ്ടിൽ എന്ത് കൊടുക്കുകയില്ല, അത് കയറത്തില്ല. അതുകൊണ്ട് അത് മാറി നിൽക്കുക. എന്നാൽ ചെറിയ മത്സ്യങ്ങൾ വരുവാണെങ്കിൽ അത് വെട്ടി രണ്ടായിട്ട് മുറിക്കും. അത്ര സ്വഭാവമാണ് കൊക്കിനുള്ളത്. ഇത് പുഴയുടെ തീരത്ത് ഇരിക്കുന്നു. ഈ കൊക്കിനെ കുറിച്ചൊക്കെ ഒത്തിരി കാര്യങ്ങൾ ഓർപ്പിക്കാനുണ്ടെങ്കിൽ അതൊന്നിലേക്ക് പോകുന്നില്ല. ഇദ്ദേഹത്തിന് സ്തോത്രം. 4-ാമത് പറയുന്ന ഒരു പക്ഷിയെ കുറിച്ച് അവിടെ പറയുന്നത് ഏതാ? മീവൽ പക്ഷി. അപ്പം പെരിഞ്ഞാറ, പ്രാവ്, കൊക്ക്, മീവൽ പക്ഷി. മീവൽ പക്ഷി എപ്പോഴും അതിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. നല്ല ദൃഷ്ടാന്തമാണ്. അതിങ്ങനെ സംസാരിക്കുമെന്ന് പറഞ്ഞപ്പോൾ സന്തോഷമായി അല്ലേ? നോക്കാം സംസാരിക്കുമെന്ന്. 38-ാം അധ്യായം വായിച്ചാട്ട്. ഏതിൻ്റെയാ 38 എന്ന് പറഞ്ഞപ്പോൾ? ദ ബുക്ക് ഓഫ് ഏഷ്യ ചാപ്റ്റർ 38 വേഴ്സ് 40. 38-ന്റെ 14-ാമത്തെ വാക്യം എന്ന് വായിച്ചാട്ടെ. ഏഷ്യ 38-ന്റെ 14-ാമത്തെ വാക്യം കണ്ടോ? ഇവിടെ ഹിസ്കിയാവിന് വന്ന രോഗത്തിന്റെ നടുവിൽ ഹിസ്കിയാവ് പറയാണ്, മീവൽ പക്ഷി പോലെ കൊക്ക് പോലെ ഞാൻ എന്തെടുത്തു? ചിലച്ചു. ആ പദം നിങ്ങൾ നോക്കുക. ചിലയ്ക്കുക എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ ഹിസ്കിയാവ് തന്റെ രോഗത്തിന്റെ നടുവിൽ ദൈവസന്നിധി പ്രാർത്ഥിച്ചതിനൊരു ഉദാഹരണം കൊണ്ടുവരികയാണ്. മീവൽ പക്ഷി ചലച്ചതുപോലെ അതിങ്ങനെ സംസാരിക്കുന്നത് പോലെ ഞാൻ ദൈവസന്നിധിയിൽ പറഞ്ഞത് ദൈവം കേട്ട് എൻ്റെ ആയുസ്സിനെ ദൈവം നീട്ടി തന്നു. അപ്പോൾ ദൈവസന്നിധി പ്രാർത്ഥിച്ചാൽ വിടുതലുണ്ടെന്ന് ഇന്ന് പകൽ ഈ വചനം നമ്മെ വിളിച്ചറിയിക്കുകയാണ്. മീവൽ പക്ഷി എങ്ങനെയാണ് തുടർമാനം ചലച്ചുകൊണ്ടിരിക്കുന്നത് പോലെ ഹിസ്കിയാവ് ദൈവസന്നിധിയിൽ കരഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ തൻ്റെ ജീവിതത്തിന് ദൈവം സമൂലമായി മാറ്റം കൊടുത്തു. അപ്പോൾ പ്രാർത്ഥനയാൽ ജീവിതത്തിൽ ഏത് മാറ്റിമറിക്കുവാൻ കഴിയുമെന്ന് ഈ വചനങ്ങളൊക്കെ ഇന്ന് പകൽ നമ്മെ വിളിച്ചറിയിക്കുക. അതുകൊണ്ട് പ്രാർത്ഥന കുറയ്ക്കേണ്ട ഈ ദിവസങ്ങളിൽ നമുക്ക് പ്രാർത്ഥന കൂട്ടുവാനിടയാണ്. മരണകരമായ അനുഭവത്തിൽ നിന്ന് പോലും ഹിസ്കിയാവിനെ വിടുവിച്ചത് തൻ്റെ പ്രാർത്ഥനയായിരുന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. മീവൽ പക്ഷിയെക്കുറിച്ച് 84-ാം സങ്കീർത്തനത്തിന്റെ താഴെയുള്ള വാക്യം സുപരിതമായ വാക്യമാണ്. ദൈവത്തിന് സ്തോത്രം വായിക്കാം. അടുത്ത വാക്യം. അപ്പൊ യാഗപീഠത്തിലാണ് മീവൽ പക്ഷി എപ്പോഴും ഇരിക്കുന്നത്. യാഗപീഠത്തിൽ ഇരുന്ന വിടുതലുണ്ട്. ഈ യാഗവസ്തു യാഗം കഴിക്കാൻ കൊണ്ടുവരുന്നതും പോകുന്നതും എല്ലാം കണ്ട് അതിന്റെ വിടുതൽ കണ്ട് മനസ്സിലാക്കിയ മീവൽ പക്ഷി ചെറിയ പക്ഷിയാണെങ്കിലും യാഗപീഠത്തിന്റെ ചുറ്റും കിടക്കുക.
കിടക്കുന്നതിന്റെ കാരണം എന്താണെന്ന് അറിയാം. അതിനൊരു ഉറപ്പുണ്ട്. യാഗം കഴിക്കുകയും നിയമം ചെയ്യുകയും ദൈവ അനുഗ്രഹം പ്രാപിക്കുകയും ചെയ്യുന്നത് കണ്ടപ്പോൾ യാഗപീഠങ്ങളെ അത് വലയം വെച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ദൈവീയ സന്നിധാനത്തിൽ നമ്മൾ അടുക്കുന്തോറും നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ വിടുതലും അനുഗ്രഹവും. യിരെമ്യാവ് ഇവിടെ മടങ്ങി വരാൻ 4 ദൈവത്തിന് സ്തോത്രം അവിടെ എഴുതിയിരിക്കുന്നത്. ഹല്ലേലൂയ. പക്ഷികളോടുള്ള ബന്ധത്തിൽ ഓർപ്പിക്കുകയാണ്. പെരിഞ്ഞാറേൻ കൊക്കും ഈവൽ പക്ഷിയും ഒക്കെ മടങ്ങി വരവിനുള്ള കാലം അറിയുന്ന ദൈവത്തിന്റെ സ്തോത്രം. ദൈവസന്നിധിയിൽ യിരെമ്യാവ് ഇവിടെ വിലാപങ്ങളുടെ പുസ്തകം 5-ാം അധ്യായത്തിൽ യഹോവേ ഞങ്ങളെ മടക്കി വരുത്തണമേ, ഞങ്ങൾ നിങ്കലേക്ക് മടങ്ങി വരുത്തണമേ, ഞങ്ങൾക്ക് പണ്ടത്തെ പോലെ ഒരു നല്ല കാലം ഞങ്ങൾക്ക് നൽകണമേ. ദൈവത്തിന് സ്തോത്രം. നല്ല കാലം ദൈവത്തിന് സ്തോത്രം. ഇവിടെ തന്നെ വേദനിപ്പിച്ച ചില കാര്യങ്ങൾ, ഏതെല്ലാം കാര്യത്തിന് നല്ലത് വരണമെന്നാണ് താൻ ആഗ്രഹിച്ചത് എന്ന് 5-ാം അധ്യായത്തിൽ നമുക്കൊന്ന് നോക്കാം. വിലാപങ്ങളുടെ പുസ്തകം 5-ാം അധ്യായം വായിച്ച വാക്യത്തിലേക്ക് മടങ്ങി വരാം. 5-ാം അധ്യായത്തിന്റെ 1 മുതൽ വായിച്ചാൽ. യഹോവേ ഞങ്ങൾക്ക് എന്ത് ഭവിക്കുന്നുവെന്ന് ഞങ്ങൾക്ക് നേരിട്ടിരിക്കുന്ന നിന്നയെ നോക്കണം. എന്താണ് ഭവിച്ചത്? ഇസ്രായേലിന് എന്താണ് നിന്നയായിട്ട് വന്നത്? 1-ാം അധ്യായം 1-ാം വാക്യത്തിലുണ്ട്. ഇസ്രായേലിന് വന്ന യിരെമ്യാവ് നല്ല കാലം വരാൻ ആഗ്രഹിച്ച, ദേശീയമായൊരു നല്ല കാലം വരാൻ ആഗ്രഹിച്ചു. എന്താണ് താൻ ആഗ്രഹിച്ചത്? 1-ാം അധ്യായം 1-ാം വാക്യം ഒന്ന് വായിക്കാം. ആമേൻ. ഈ നഗരം ഏകാന്തമായതെങ്ങനെ? ജാതികളിൽ ശ്രേഷ്ഠമായത് ഇങ്ങനെയായി തീർന്നത് എങ്ങനെ? ഇതൊക്കെ പറയുന്നത് യെരുശലേമിനെ കുറിച്ചാണ്. യിരെമ്യാവ് ദേശീയമായി നല്ല കാലം എന്ന് പറയുന്നത് അവരുടെ യെരുശലേം എന്ന് പറയുന്ന അവരുടെ ആലയം അവർക്ക് നഷ്ടപ്പെട്ടു. അതാണ് അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ നിന്ന. യെരുശലേം പഴയ നിയമകാലത്ത് 4-5 ആലയങ്ങൾ ഉണ്ടായിരുന്നു. ഒന്നാമത് ദൈവം അവരോട് പറഞ്ഞു, ഇസ്രായേലിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ ഞാൻ നിങ്ങളുടെ ഇടയിൽ വസിക്കേണ്ടതിന് നിങ്ങൾ എനിക്കൊരു നിവാസം ഉണ്ടാക്കണമെന്ന് പറഞ്ഞു. അതാണ് ആദ്യത്തെ ടാബർനാക്കിൾ സമാഗമന കൂടാരം. 2-ാമത് ശലോമോന്റെ ആലയം, 3-ാമത് സെരുബാബേലിന്റെ ആലയം, 4-ാമത് ഹേരോദാവിന്റെ ആലയം, 5-ാമത് ഒരു ആലയം നമ്മളിലാണ് ദൈവം സ്ഥാപിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. ഇനി ഒരാലയം, ദൈവത്തിന്റെ സ്തോത്രം. ഇവിടെ കർത്താവ് സഹസ്രാബ്ദ വാഴ്ചയിൽ നമുക്കൊരാലയം ഉണ്ട്. എന്നാൽ ഇവിടെ യിരെമ്യാവ് വിളിച്ചു പറയുന്നത് അവരുടെ ഏറ്റവും വലിയ നിന്ന എന്ന് പറയുന്നത് അവർക്ക് ആലയമില്ല. സ്തോത്രം. അപ്പൊ ദേശീയമായ നിന്ന എടുത്ത് മാറ്റണമെന്ന് അവർ ദൈവസന്നിധി പ്രാർത്ഥിച്ചു. ഇസ്രായേൽ ഒന്നടങ്ക ദൈവസന്നിധിയിൽ വിലാമോദിൽ പോയി പ്രാർത്ഥിക്കുന്ന പതിവായിരുന്നു. അവരുടെ ആലയത്തിന് വേണ്ടി അവർ ദൈവസന്നിധി പ്രാർത്ഥിച്ചുകൊണ്ട്. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ദേശീയമായൊരു നല്ല കാലം വരെ യിരെമ്യാവ് പ്രാർത്ഥിച്ചതുപോലെ ഒരു ദൈവീയ ആരാധന ആലയത്തിന് ഇന്ന് നല്ല കാലം വരാൻ വേണ്ടി ദൈവമക്കൾ പ്രാർത്ഥിക്കണം. ഒരാലയം നമുക്കുണ്ടാകാൻ ദൈവസന്നിധി പ്രാർത്ഥിക്കണം. എത്ര പേര് തുടർന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും? ദൈവമക്കളുടെ പ്രാർത്ഥന പോലെ ദൈവം അത് കരങ്ങളിൽ തരുന്നത്. ഞങ്ങൾക്കൊരു നല്ല കാലം വരണമെന്ന് പറഞ്ഞാൽ അവർക്ക് ആരാധിക്കാൻ ഒരു ഹാള് വേണം. എത്ര പേർക്ക് അത് മനസ്സിലായി? കർത്താവിനെ സ്തുതിച്ചാട്ടെ. പ്രൈസ് ദി ലോർഡ്. യിരെമ്യാവിന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഞങ്ങളുടെ നിന്നെ ഒന്ന് മാറ്റണം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അനേക ഇടങ്ങളിൽ അവര് ദൈവത്തെ ആരാധിച്ചതായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. ഇസ്രായേൽ ചിതറിപ്പോയപ്പോൾ സിനഗോഗുകൾ പണിഞ്ഞു, അവരവിടെ ദൈവത്തെ ആരാധിച്ചു. എന്നാൽ അവിടെ യിരെമ്യാവ് പറയാണ്, യെരുശലേമിന്റെ ആ ശോഭ, ആ മനോഹരത, അതൊക്കെ മനസ്സിലാക്കിയ യിരെമ്യാവ്, അടിമയായി പിടിച്ചുകൊണ്ടുപോയ, ബാലനായിരുന്നപ്പോൾ പിടിച്ചുകൊണ്ടുപോയ യിരെമ്യാവ് ഇതൊക്കെ ചെറുപ്രായത്തിൽ തന്നെ തന്റെ ഹൃദയത്തിൽ ആലയവും മനോഹരതയൊക്കെ കണ്ട വ്യക്തിയായിരുന്നു. അതുകൊണ്ട് ആ സങ്കീർത്തനം 122 പറയുന്നത് യഹോവയുടെ ആലയത്തിലേക്ക് പോകാന്ന് പറഞ്ഞപ്പോൾ ഞങ്ങള് രാവിലെ നേരം വെളുത്തപ്പോൾ 1-2 പേര് പറഞ്ഞു നമുക്ക് ദൈവത്തിന്റെ ആലയത്തിലേക്ക് പോകാമെന്ന് മറ്റുള്ളവർ പറഞ്ഞപ്പോൾ അവർക്കൊരു സന്തോഷം, പറഞ്ഞവർക്കൊരു സന്തോഷം. അങ്ങനെ അവർ ദൈവത്തിന്റെ ആലയത്തിലേക്ക് പോയി എന്ന് കാണുന്നുണ്ട്. ദൈവത്തിന്റെ സ്തോത്രം. അപ്പോൾ അവരുടെ ഏറ്റവും വലിയ നിന്ന എന്ന് പറയുന്നത് ആലയമാണ്. ദൈവത്തിന്റെ സ്തോത്രം. രണ്ടാമത് അവർ പറയുന്നത് 2-ാം വാക്യം വായിക്കാം. സമയം മുതൽ 5-ന്റെ 2-ാം വാക്യം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.
ആ കണ്ടോ, അവരുടെ അവകാശങ്ങൾ നഷ്ടപ്പെട്ടു പോയി. ദൈവത്തിന് ഇഷ്ടം. ഇനി മൂന്നാമത് പറയുന്നത് 4-ാമത്തെ വാക്യം വായിച്ചോട്ടെ. ഞങ്ങളുടെ വെള്ളം അവര് ദേശത്ത് എന്നിട്ട് വെള്ളം ഇപ്പം കൊടുക്കുക, വിലയ്ക്ക് വാങ്ങുന്നു. അതവർക്ക് ദൈവത്തിന് സ്തോത്രം ഒരു വലിയ പ്രയാസമായിരുന്നു. ഞങ്ങളുടെ വിറക് ഞങ്ങൾ വിലയ്ക്ക് കൊടുക്കുന്നു. മറ്റൊന്ന് അതിന്റെ 12-ാമത്തെ വാക്യം ഒന്ന് വായിച്ചോട്ടെ. 13-ാമത്തെ വാക്യം. ആ യൗവനക്കാരെന്തെടുക്കുന്നു? തിരികല്ല്. ഒരു ഭയങ്കര അവർ നിന്ന ദേശത്ത് വന്ന ഒരു കാര്യമാണ്. ഭയങ്കര ഹാർഡ് വർക്കാണ്. യൗവനക്കാരല്ല തിരികല്ല് എന്തെടുക്കുക? ദേശത്ത് ശരിക്ക് ഹാർഡ് വർക്ക് ചെയ്യാണ്. ഹല്ലേലൂയ. ഇസ്രായേലിന്റെ പലതും നഷ്ടപ്പെട്ടു പോയി. അവരുടെ ജീവിതത്തിലെല്ലാം നഷ്ടപ്പെട്ട് വളരെ കഠിനാധ്വാനം ചെയ്യുന്ന ഒരു അനുഭവത്തിൽ അവർ വന്നിരിക്കുന്നു. അതുകൊണ്ടാണ് അവർ പറയുന്നത്, ഞങ്ങൾക്കൊരു നല്ല കാലം വരുത്തണമേ. അടുത്ത ബാലന്മാരെന്ത് കൊടുക്കുന്നു? വിറക്. ദൈവത്തിന് സ്തോത്രം. അടുത്ത വാക്യം. യൗവനക്കാരെ സംഗീതത്തിന് കാണുന്നില്ല. അടുത്ത വാക്യം. ഞങ്ങളുടെ ഹൃദയ സന്തോഷമില്ലാതെയായി. മതി. ദൈവത്തിന് സ്തോത്രം. അപ്പൊ യൗവനക്കാർ തിരിക്കല് പഠിക്കുന്നു, വളരെ കഠിനാധ്വാനം ചെയ്യുന്നു, വിറക് ചുമക്കുന്നു, വളരെ കഷ്ടപ്പെടുന്നു. വേണ്ട രീതിയിൽ സ്വാതന്ത്ര്യമായിട്ടൊന്നും അനുഭവിക്കാൻ കഴിയാതെ അന്യരാജ്യത്ത് കഷ്ടപ്പെടുന്ന അനുഭവങ്ങളുടെ നടുവിൽ ദൈവസന്നിധിയിൽ താൻ പറയുന്ന വാക്കാണ്, യഹോവേ ഞങ്ങളെ ഒന്ന് മടക്കി വരുത്തണമേ. സ്തോത്രം ചെയ്തു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം ദൈവമക്കളെ പല വിഷയങ്ങളുടെ നടുവിൽ വളരെ അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ദൈവസന്നിധി നാം പ്രാർത്ഥിച്ചാൽ നിശ്ചയമായി ദൈവം ഒരു നല്ല കാലത്തിലേക്ക് ദൈവം കൊണ്ടുവരുവാൻ ഇടയായിത്തീരും. വിവിധ ഇടങ്ങളിൽ ഭാരപ്പെടുകയാണ്, പുറത്തു പറയാൻ കഴിയാതെ വണ്ണം വളരെ വിറക് ചുമക്കുന്നു, തിരിക്കല്ല് പൊടിക്കുന്നു, വളരെ കഷ്ടപ്പെട്ട ഹാർഡ് വർക്ക്. ഈ ഹാർഡ് വർക്ക് ഈ രാജ്യത്തിന് എന്തുകൊണ്ട് വന്നു? പ്രാർത്ഥിക്കാൻ ദൈവമക്കൾ ഉണർന്നാൽ ഈ ചുമട് ദൈവം എടുത്ത് മാറ്റും. ബാബിലോണിലായിരുന്ന ദൈവമക്കൾ അവരുടെ മേൽ നുകം വെച്ചപ്പോൾ, ദൈവസന്നിധിയിൽ അവർ പ്രാർത്ഥിച്ചപ്പോൾ ആ നുകത്തെ ദൈവം ഒടിച്ചു. നിങ്ങളുടെ മേൽ ഈ രാജ്യത്ത് വെച്ചിരിക്കുന്ന നുകം ഒടിയണമെങ്കിൽ നിങ്ങൾ ആത്മാർത്ഥമായി ഈ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാമെങ്കിൽ, ഭരണാധികാരികൾക്ക് സ്വസ്ഥത കൊടുക്കാതെ വണ്ണം സ്വർഗത്തിലെ ദൈവം അവരെ ഇളക്കിക്കൊണ്ട്, ആകാശത്തെയും കടലിലെയും കരയും ഇളക്കിയ ദൈവം നിങ്ങൾക്കൊരു സ്വാതന്ത്ര്യം തന്നുകൊണ്ട്, ആരാധനയ്ക്ക് വരുവാൻ സ്വാതന്ത്ര്യമില്ല, പ്രാർത്ഥിക്കുവാൻ സ്വാതന്ത്ര്യമില്ല, കൂട്ടായ്മകൾക്ക് വരുവാൻ സ്വാതന്ത്ര്യമില്ല, എന്നും ജോലിയുടെ അടിമത്വത്തിൽ നിങ്ങളെ നുകം വെച്ചിരിക്കുന്ന പൈശാചിക ബന്ധനങ്ങളുടെ മേൽ ജയമെടുക്കണമെങ്കിൽ ഇന്ന് പകൽക്കാലം നിങ്ങൾ ആത്മാവിൽ ഉണരുവാൻ പരിശുദ്ധാത്മാവിന്റെ പകൽ ഈ വചനം നിങ്ങളെ വിളിച്ചറിയിക്കുക. ചില രാജ്യങ്ങൾ നല്ല സ്വസ്ഥത അനുഭവിക്കുന്നുണ്ട്. സ്വതന്ത്രം പേശുക. ചില രാജ്യങ്ങൾ നല്ല സമാധാനം അനുഭവിക്കും. കാരണം എന്താണെന്ന് അറിയാമോ? അവിടെ പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം ജനമുണ്ട്. ദേശത്തിന് വന്നിരിക്കുന്ന വിപത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കണമെങ്കിൽ, ഈ മെക്കാനിക്കൽ ലൈഫിൽ നിന്ന് വിടുതൽ പ്രാപിക്കണമെങ്കിൽ ജനം ഒന്ന് ഉണരണം. സഹോദരൻ പ്രേസ്തൻ, അങ്ങനെയാണെങ്കിൽ ദുഷ്ടൻ വെച്ചിരിക്കുന്ന നുകം ഒടിയും. നേരം വെളുത്ത വൈകുന്നേരം വരെയുള്ള നുകം ഒടിഞ്ഞ് പൊട്ടി മാറണമെങ്കിൽ, അന്ധകാര പൈശാചിക മണ്ഡലങ്ങൾ ഒടിഞ്ഞു മാറണമെങ്കിൽ, നുകം ഒടിയണമെന്നുണ്ടെങ്കിൽ ദേശീയമായൊരു ഉണർവ് നമുക്ക് ആവശ്യമാണ്. ഞാൻ ഓർക്കാം, ഇത്രയും ദൈവമക്കൾ ഒരുമിച്ചിരുന്ന് തേനീച്ചക്കൂട്ടിൽ തേനീച്ച ഇരയ്ക്കുന്നത് പോലെ സ്തുതിസ്തോത്രങ്ങൾ അർപ്പിക്കാൻ തുടങ്ങാമെങ്കിൽ, ഉന്നതന്മാർ, പാർലമെന്റുകൾ, കൊറിയയിൽ ദൈവം ഉണർത്തിയ ദൈവം, ചിലിയെ ഉണർത്തിയ ദൈവം, ബ്രസീലിനെ ഉയർത്തിയ ദൈവം, സൗത്ത് അമേരിക്ക ഉണർത്തിയ ദൈവം ഈ രാജ്യത്തെ ഉണർത്തുവാൻ ഇടയായിത്തീരുമെന്നുള്ള കാര്യം ഇന്ന് പകൽക്കാലം ഈ വചനം നമ്മെ വിളിച്ചറിയുകയാണ്. വിശുദ്ധ ദിവസം സഭായോഗത്തിന് 20 ലക്ഷം പേര് പോകുന്ന രാജ്യങ്ങളുണ്ട്. 15 ലക്ഷം പേര് രാവിലെ സമയം ആരാധനയ്ക്ക് പോകുന്നവരുണ്ട്. ഷിഫ്റ്റുകളായി ആരാധിക്കുന്ന ആരാധനകൾ രാജ്യങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ ആയെന്നറിയാമോ? ദേശത്തിലെ ജനങ്ങൾ ആ തേനീച്ച പോലെ ദൈവസന്നിധി സ്തുതിച്ച് ആരാധിക്കാൻ തുടങ്ങി. എവിടെ സ്തുതിയുണ്ടോ, എവിടെ സ്തോത്രമുണ്ടോ, അവിടെ നുകമെല്ലാം ഒടിഞ്ഞു മാറും. നിങ്ങളുടെ മുകളിലിരിക്കുന്ന ഏത് ഭരണാധികാരിയാണെങ്കിലും, ഏത് പ്രതിസന്ധിയാണെങ്കിലും പുഷ്ടി നിമിത്തം നുകം ഒടിയും. ഇന്ന് പകൽക്കാലം ആത്മാവിന്റെ ശക്തിയാണ് ദൈവകൃപ ഏറ്റെടുത്തുകൊണ്ട് ജാതിയ ശക്തികൾ നിങ്ങളുടെ മേൽ അവകാശം പറഞ്ഞ് നിൽക്കുന്നെങ്കിൽ, ഇന്ന് പകൽ നിങ്ങൾ ആത്മാവിൽ ജാഗരിച്ചുകൊണ്ട് മുന്നേറാമെങ്കിൽ ദുഷ്ടശക്തികളെല്ലാം ഒടിഞ്ഞു മാറാൻ ഇടയായിട്ടുണ്ട്. ഇസ്രായേൽ മക്കളുടെ മേൽ നുകം വെച്ചിരുന്നു. അതിനൊരു പീരീഡ് ഉണ്ടായി.
സമയം കഴിഞ്ഞപ്പോൾ മോശയയച്ച് ദൈവം പിടിപ്പിച്ചു. അങ്ങനെയാണെങ്കിൽ നുകം ഒടിയണമെങ്കിൽ ദൈവമക്കൾ ദേശീയമായി നിലവിളിക്കും. അതുകൊണ്ടാണ് ഇരമ്യാവ് പറയുന്നത്, പണ്ടത്തെ പോലെ ഞങ്ങൾക്കൊരു നല്ല കാലം നിൽക്കാൻ സമയമില്ല. ദൈവത്തിന് സ്തോത്രം. ഇതാവൻ വ്യക്തിയുടെ ഒരു നല്ല കാലം നമുക്ക് നോക്കാം. യോബിന്റെ പുസ്തകത്തിലേക്ക് പെട്ടെന്ന് വരാം. വ്യക്തിയുടെ ഒരു നല്ല കാലം നമുക്ക് നോക്കാം. യോബിന്റെ പുസ്തകം അതിന്റെ 29-ാമത്തെ അധ്യായം വായിച്ചാട്ടെ. ഞാനിപ്പോൾ പറഞ്ഞ നാഷണൽ ദേശീയ നല്ല കാലമാണ്. ഇനി ഒരു വ്യക്തിക്ക് കിട്ടിയ നല്ല കാലം. യോബ് പറയണം, പണ്ടത്തെ പോലെ, പണ്ടത്തെ മാസങ്ങൾ. നമ്മൾ ദൈവമേ ഞാൻ രക്ഷിക്കപ്പെട്ട നാള്, എത്ര പേര് അഭിഷേകം പ്രാപിച്ച നാള്, ഞാൻ പണ്ട് ദൈവകൃപയിൽ ആത്മീയ അനുഭവത്തിൽ നിന്ന നാള്. എത്ര പേർക്ക് അത് സന്തോഷമുണ്ട്? നിങ്ങൾ കുടുംബങ്ങളിൽ നിങ്ങളായിരുന്ന സന്ദർഭങ്ങളിൽ നിങ്ങൾ അനുഭവിച്ച ആത്മീയ സന്തോഷം. അതാ യോബ് പറയാം, പണ്ടത്തെ മാസങ്ങളെ പോലെ എനിക്കൊരു മാസം തരണം. വായിച്ചാട്ടെ, സമയം പോകുന്നു. അടുത്ത വാക്യം. ദൈവം എന്നെ കാത്തുകൊണ്ട നാളാണ് ദൈവത്തിന്. അതാണ് പണ്ടത്തെ നാള്. ഇനി അതിന്റെ 4-ാമത്തെ വാക്യം. ഒരു വ്യക്തിയുടെ നല്ല കാലമാണ് ദൈവം കാത്തുകൊണ്ടു. നമ്മുടെ ജീവിതത്തിൽ, ജോലിയിലും യാത്രയിലും പോക്കിലും വരവിലെല്ലാം ദൈവം കാത്താൽ അത് അത്ഭുതകരമായി സൂക്ഷിക്കും. അതുകൊണ്ട് 127 സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ പറഞ്ഞു, പട്ടണം കാക്കായിരുന്നാൽ കാവൽക്കാരൻ വൃഥാ. അല്ലേ, ഇന്ദിരാഗാന്ധിക്ക് പ്രൈം മിനിസ്റ്റർ ഇന്ദിരാഗാന്ധി ആയിരുന്നു. അവർക്ക് എല്ലാവരും ഉണ്ടായിരുന്നെങ്കിലും ദൈവത്തിന്റെ കാവല് പോയപ്പോൾ അവർ മാറ്റപ്പെടാനില്ല. കാരണം അവർക്ക് കാവലിന്റെ കുറവില്ലാഞ്ഞിട്ടല്ല, ദൈവം സംരക്ഷിച്ചെങ്കിലേ സംരക്ഷണം. ദൈവം നമ്മെ സൂക്ഷിക്കുന്നിടത്തോളമുള്ള സൂക്ഷിപ്പാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ടത്. അതോർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. യോബിന് ചുറ്റും ദൈവം വേലി കെട്ടി. അതുകൊണ്ടാ പറഞ്ഞത്, യോബ് എവിടെ പോയാലും അവന് ചുറ്റും ഒരു വേലി. ഒരു പ്രധാനമന്ത്രിമാർക്കും രാഷ്ട്രീയ തലവന്മാർക്കും ഇല്ലാത്ത വേലിയായി യോബിനുണ്ടായി. കാരണം യോബ് എവിടെ ചെന്നാലും ചുറ്റും ദൈവം ഒരു വേലിയും കെട്ടി. നമുക്ക് നമ്മുടെ വീടിന് ചുറ്റും കാമ്പോട്ടുണ്ട്, നമ്മുടെ പുരയിടത്തിന് ചുറ്റും കെട്ടാം. പക്ഷെ നമ്മൾ എവിടെ ചെന്നാലും നമുക്ക് ചുറ്റും വേലി കെട്ടണമെങ്കിൽ നമ്മുടെ ദൈവം വിചാരിച്ചല്ലേ. പകൽക്കാലം നമ്മൾ എവിടെയായിരുന്നാലും നമ്മെ സൂക്ഷിക്കുന്ന ഒരു നടത്തിപ്പിനെ ഓർത്ത് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. അതുകൊണ്ടാണ് ദൈവം എന്നെ കാത്തുകൊണ്ട നാള്. 4-ാം വാക്യം. സമയം പോകുന്നല്ലോ. എന്റെ കൂടാരത്തിന് ദൈവത്തിന്റെ സഖ്യത എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ തേജസ്സും ദൈവത്തിന്റെ സാന്നിധ്യം എപ്പോഴും യോബിന്റെ കൂടാരത്തിലുണ്ടായി. ഇതാണ് ഒരു വ്യക്തിക്ക് വന്ന നല്ല കാലം. ദൈവത്തിന്റെ തേജസ്സും സഖ്യത എന്ന് പറഞ്ഞ ഫ്രണ്ട്ഷിപ്പ് എപ്പോഴും യോബ് അനുഭവിച്ചുകൊണ്ടിരുന്നു. അടുത്ത വാക്യം. ദൈവം കൂടെ ഇരിക്കുന്നു, എന്നോടുകൂടെ വസിക്കുന്നു. അടുത്ത വാക്യം. ഒരു കുടുംബത്തിന് നല്ല കാലം വന്ന കുഞ്ഞുങ്ങളെല്ലാം പിതാവിനും മാതാവിനും ചുറ്റുമിരുന്ന് സന്തോഷത്തോടെ ഇരിക്കുന്ന ഒരു നല്ല കാലം. എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട്? കുഞ്ഞുങ്ങൾ നാമിൽ മക്കൾ ചുറ്റുമിരിക്കുന്ന കാലം. അടുത്ത വാക്യം, അതിന്റെ 6-ാമത്തെ വാക്യം. സമയം പോകുന്നല്ലോ. ഭയങ്കരം. ഇവിടെ വെണ്ണ കൊണ്ട് കഴിയുന്ന ആരുണ്ട്? കാലിയെ ഞാൻ വെണ്ണ കൊണ്ട് കഴിയെന്ന് പറഞ്ഞ അത്രയ്ക്കൊരു നല്ല കാലം. ഇത് കേട്ടപ്പോഴെങ്കിലും സന്തോഷം വരുന്നു. വെണ്ണ കൊണ്ട് കാല് കഴുകുക എന്ന് പറഞ്ഞ, പണ്ട് വെണ്ണ ചെറിയ തേച്ച് ചെറുപ്പത്തിലായിരുന്നപ്പം ചോറിലൊക്കെ ഇളക്കി ഇച്ചിരിയൊക്കെ അല്പം കണ്ടിട്ടുണ്ട്. എന്നാൽ കാല് കഴുകുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്രയ്ക്കൊരു നല്ല കാലം. വിശ്വസിക്കുന്നവർ ദൈവത്തെ ഒന്ന് സ്തുതിച്ചാണ്. അപ്പൊ നല്ല കാലം ദൈവം തരാൻ നിശ്ചയിച്ചാൽ അത് തരും ദൈവത്തിന്. കാരണം ഒരു വ്യക്തിക്ക് ദൈവം കൊടുത്ത, ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോൾ അവന് കൊടുത്ത നല്ല കാലം വെണ്ണ കൊണ്ട് കാല് കഴുകുന്നു. താഴെ വായിക്കുമ്പോൾ അതിന്റെ 8-ാമത്തെ വാക്യം. സമയം പോകുന്നല്ലോ. യൗവനക്കാരനെ കണ്ടിട്ട് ഒളിക്കുന്നേ. യോബ് പട്ടണത്തിലെ ജഡ്ജിയായിരുന്നെന്നാണ് നാം വായിക്കുന്നത് ചരിത്രകാരങ്ങൾ. അടുത്ത വാക്യം. പ്രഭുക്കന്മാർ സംസാരം നിർത്തും. അടുത്ത വാക്യം. ചെവിയോട് വായു. അടുത്ത വാക്യം. ഇനി അടുത്ത 13-ാമത്തെ വാക്യം. സമയമില്ലല്ലോ. എവിടെയെങ്കിലും നശിക്കാൻ പോയവന്റെ അനുഗ്രഹം യോബിന് കിട്ടിയിട്ടുണ്ട്. നിങ്ങളിതൊക്കെ വളരെ ചിന്തിക്കേണ്ട കാര്യമാണ്. എന്നുവെച്ചാൽ സൂസൈഡ് ചെയ്യാനൊക്കെ പോയതും വല്ലാതായതിന്റെ ഒക്കെ യോബിന് ഇതിന്റെ എല്ലാം അനുഗ്രഹം കയറി. എങ്ങനെയാണെന്ന് അറിയാമോ? അവനെയും യോബ് വേണ്ടതുപോലെ കരുതിയുണ്ട്. അവനെ ദൈവം അങ്ങ് അനുഗ്രഹിച്ചു. ഞാൻ രാവിലെ പറഞ്ഞല്ലോ, ദൈവനീതിയാണ് അനുഗ്രഹത്തിന്റെ ലക്ഷണം. ദൈവത്തിന്റെ സ്തോത്രം. നശിക്കുമാറായവന്റെ അനുഗ്രഹം കൂടെ എന്റെ മേൽ വന്നു. എന്താണ് അതിന്റെ താഴെ വിശദീകരണം? സമയം പോകുന്നല്ലോ, വായിച്ചോട്ടെ. വിധവയെ കണ്ടാൽ അവരെ അങ്ങ് സന്തോഷിപ്പിക്കും. ഇതാ യോബിന്റെ ഒരു പ്രവൃത്തി. അടുത്ത വാക്യം. ഞാൻ നീതിയെ ധരിച്ചു, അതെന്റെ ഉടുപ്പായിരുന്നു, ഞാൻ ഉത്തരിയോ. അതിന്റെ സമയം പോകുന്ന അടുത്ത വാക്യം. പറഞ്ഞ വാക്യം. കണ്ണ് കാണാത്ത ഒരുവൻ വന്നു കഴിഞ്ഞാൽ യോബ് അവന് കണ്ണായിരുന്നു. ഇനി ഞാൻ കൂടുതൽ വിശദീകരിക്കണ്ടല്ലോ. എത്ര പേർക്ക് എന്റെ ദൂതിന്റെ ആഴം മനസ്സിലായി? കണ്ണ് കാണാത്ത ഒരുവൻ വന്നാൽ അവനെ കൈക്ക് പിടിച്ചുകൊണ്ട് പോകുന്ന, അവന് യോബ് ഒരു കണ്ണായിരുന്നു.
അടുത്ത വാക്യം, മുടന്തന് ഞാനൊരു കാലായിരുന്നു, ദരിദ്രന് ഞാൻ അപ്പനായിരുന്നു. സ്തോത്രം. ജീവിതത്തിൽ നല്ല കാലം, വ്യക്തിപരമായ നല്ല കാലം. അപ്പൊ ദേശീയമായ നല്ല കാലം, വ്യക്തിപരമായ നല്ല കാലം. മൂന്നാമത് ഫൈനലി ദ ബുക്ക് ഓഫ് ആക്ട്സ്. നമുക്ക് അപ്പോസ്തല പ്രവൃത്തിയിലേക്ക് ഇന്ന് വരാൻ സമയം പോകുന്നല്ലോ. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം, സഭയുടെ നല്ല കാലം നമുക്ക് നോക്കാം. സഭയ്ക്കൊരു നല്ല കാലം വന്നു. ദൈവത്തിന് സ്തോത്രം. 2-ാം അധ്യായത്തിന്റെ സമയം പോകുന്നല്ലോ. സഭയുടെ നല്ല കാലം. ഇതെല്ലാം ഞാൻ നിങ്ങൾക്കൊരു ഔട്ട്ലൈൻ പോലെ തരികയാണ്. നിങ്ങൾ വീട്ടിൽ ചെന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. 2:40 വാക്യം. സമയം പോകുന്നുണ്ടോ? വായിക്കാം. അപ്പോസ്തല പ്രവൃത്തി 2:40. അവരെ പ്രബോധിപ്പിച്ചു. ആണ് സഭയുടെ നല്ല കാലം. എന്താണെന്നറിയോ? ദിവസവും ആൾക്കാർ രക്ഷിക്കപ്പെടും. എത്ര പേർക്ക് അത് സന്തോഷമുണ്ട്? അന്ന് രക്ഷിക്കപ്പെട്ടത് 3000 പേരാണ്. പഴയ നിയമത്തിൽ പ്രമാണം കൊടുത്തപ്പോൾ 3000 പേര് ഒരു ദിവസം നശിച്ചു പോയെങ്കിൽ പുതിയ നിയമത്തിൽ ഒറ്റ മനുഷ്യന്റെ പ്രസംഗത്തിൽ 3000 പേരെ മുക്കി പൊക്കിയെടുത്തു. അതിന്റെ കാരണം വേറൊന്നുമല്ല, സഭയുടെ നല്ല കാലമാണ്. എല്ലാം വിശദീകരിക്കാൻ സമയമില്ല. താഴെ എഴുതിയിരിക്കുന്നത് ആമേൻ രക്ഷിക്കപ്പെടുന്നു. സ്നാനം 3000 പേര് സ്നാനപ്പെട്ടു. ദിവസം മുതൽ സഭയിൽ ആൾക്കാർ കൂടി വരുന്നു. ഇനി അതിന്റെ 5-ാം അധ്യായത്തിലേക്ക് 9-ാം അധ്യായം 31-ാമത്തെ വാക്യം ഒന്ന് വായിച്ചോട്ടെ. ആമേൻ. അല്ലല്ലോ 8-ാം അധ്യായത്തിന്റെ 9-ാം അധ്യായത്തിന്റെ 31-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. അല്ലേ സഭയ്ക്ക് എന്തോ ഉണ്ടായി? ഇതാ സഭയ്ക്ക് നല്ല കാലം വന്ന സഭയിൽ സമാധാനം. അനേക സഭകൾ ഭാരങ്ങളും പ്രതികൂലങ്ങളും കടന്നു പോകുമ്പോൾ ദൈവം നമ്മെ സമാധാനമായി ദൈവം പരിപാലിക്കുക. ദൈവത്തിന് സഭയ്ക്ക് സമാധാനമുണ്ടായി. അടുത്ത വാക്യം എന്താണ്? ആത്മീയ വർധന പ്രാപിച്ചു. അപ്പൊ സഭയുടെ നല്ല കാലത്തിന്റെ ഗുണമാണ് ആൾക്കാർ രക്ഷിക്കപ്പെടുന്നു, ആയിരക്കണക്കിന് ആൾക്കാർ സ്നാനപ്പെടുന്നു, സഭകൾ പെരുകുന്നു, സമാധാനം ഉണ്ടാകുന്നു, ആത്മീയ വർധനം ഉണ്ടാകുന്നു, കർത്താവിനോടുള്ള ഭക്തി ഉണ്ടാകുന്നു, സഭയിൽ അത്ഭുതങ്ങൾ അടയാളങ്ങൾ നടക്കുന്നു. ഇന്ന് പകൽക്കാലം നമുക്ക് ദൈവരങ്ങൾ നമുക്ക് ഏൽപ്പിക്കാം. സഭയിൽ നല്ല കാലം ഉണ്ടായപ്പോൾ അനേക അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്നു. വ്യക്തിപരമായ നല്ല കാലം, സഭയുടെ നല്ല കാലം. അതുകൊണ്ടാണ് അതിന്റെ 5-ാം അധ്യായത്തിൽ വരുമ്പോൾ അവരെല്ലാവരും ഏക മനസ്സോടുകൂടി ശലോമോന്റെ മണ്ഡപത്തിൽ കൂടി വരിക പതിവായിരുന്നു. ഏക മനസ്സോടെ കൂടി വന്നപ്പോൾ അവിടെ അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്നു. അപ്പൊ സഭയ്ക്കൊരു നല്ല കാലം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? ചിലതൊക്കെ നടക്കണം. ഇന്ന് പകൽക്കാലം നമ്മൾ പ്രാർത്ഥിക്കണം, നമ്മുടെ സഭയ്ക്കൊരു നല്ല കാലം ഉണ്ടാകും. യഹോവയെ പണ്ടത്തെ പോലെ ഒരു നല്ല കാലം വരണമേ എന്ന് നമ്മുടെ കണ്ണുകളെ ദൈവത്തിന് നമുക്ക് അടയ്ക്കാം. ഒരു നിമിഷം നമ്മെ തന്നെ ഏൽപ്പിക്കാം. കേൾക്കപ്പെട്ട ദൂതിന്റെ മുമ്പാകെ ദൈവത്തിന് സ്തോത്രം. ദേശത്തിന് നല്ല കാലം വന്നാൽ നിങ്ങൾക്ക് ഭൗതിക നന്മയുണ്ടാകും. ദേശത്തിന്മേൽ തിരികല്ല് പൊടിക്കുന്ന അനുഭവങ്ങൾ, പ്രതികൂല സാഹചര്യങ്ങൾ, വിവിധ അനുഭവങ്ങൾ അനുഭവിക്കുന്നെങ്കിൽ ദേശത്തൊരു നല്ല കാലം വന്നാൽ നിങ്ങൾക്ക് ഭൗതികത്തിൽ നന്മയുണ്ടാകും. വ്യക്തിപരമായ നന്മയുണ്ടാകാൻ, വ്യക്തിപരമായ നല്ല കാലം വന്നാൽ കുടുംബത്തിൽ അതൊരു നല്ല കാലം ഉണ്ടാകും. സഭയിൽ നല്ല കാലം വന്നാൽ അനേക ജീവിതങ്ങൾ വിടുവിക്കപ്പെടുവാനിടയായിത്തീരും. ദൈവരെങ്കിലും നമ്മെ തന്നെ നമുക്ക് ഏൽപ്പിച്ച് നമ്മുടെ കണ്ണുകളിലേക്ക് ഒരു നിമിഷം നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവെ, ചിലരെയൊക്കെ ഈ ദിവസങ്ങൾ അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും ചിലരെയൊക്കെ ദൈവം ഒരുക്കിയെടുക്കേണ്ടതിനായി നമുക്ക് സ്തോത്രം ചെയ്താണ്. ചില അത്ഭുതങ്ങൾ, ചില അടയാളങ്ങൾ നമ്മുടെ സഭയിൽ നടക്കേണ്ടതിനായി നമുക്ക് ദൈവസന്നിധി പ്രാർത്ഥിക്കാം. ഈ ദിവസങ്ങളിൽ ചില അത്ഭുതങ്ങൾ നടക്കട്ടെ, ചില അടയാളങ്ങൾ നടക്കട്ടെ. അവിടെ വായിക്കുന്നത് സഭയിൽ സമാധാനമുണ്ടായി എന്നാണ്. സഭയിൽ ആയിരക്കണക്കിന് ആൾക്കാർ രക്ഷിക്കപ്പെട്ടു, അനേകർ സ്നാനപ്പെട്ടു, അനേകർ കൂട്ടായ്മയിലേക്ക് വന്നു, അനേകർ വിശ്വാസത്തിൽ അനേകർ പെരുകി വരുവാനിടയായി തീർന്നു. ഇതെല്ലാം സഭയുടെ നല്ല കാലമാണ്. വിലാപങ്ങളുടെ പുസ്തകത്തിൽ ഇരമ്യാവ് പറഞ്ഞതുപോലെ യഹോവേ പണ്ടത്തെ പോലെ ഞങ്ങൾക്കൊരു നല്ല കാലം വരുത്തി, ഞങ്ങളെ ഒന്ന് മടക്കി വരുത്തി. നമ്മുടെ കണ്ണുകളെ നമുക്ക് ദേശത്തിൽ അടയ്ക്കും. ദേശത്തിന് നമ്മെ തന്നെ ഏൽപ്പിക്കുക. അല്പസമയം സ്തോത്രം ചെയ്യാം. സ്തോത്ര പ്രാർത്ഥനയിൽ അല്പസമയം ചില മിനിറ്റുകൾ, 1 മിനിറ്റ് 1-2 മിനിറ്റ് നമുക്ക് സ്തോത്രം ചെയ്താണ്. എല്ലാവരും അല്പസമയം കർത്താവിനെ സ്തുതിക്കുക. യഹോവേ പണ്ടത്തെ പോലൊരു നല്ല കാലം, ദേശത്തിനൊരു നല്ല കാലം, വ്യക്തികൾക്കൊരു നല്ല കാലം, സഭയ്ക്കൊരു നല്ല കാലം. ഈ ദിവസങ്ങളിൽ ഞങ്ങൾക്കൊരു നല്ല കാലം തരണമേ എന്ന് ദൈവസ്ഥിതി നമുക്ക് അല്പസമയം നമുക്ക് സ്തോത്രം ചെയ്യാം. നമ്മൾ അഭിമുഖീകരിക്കുന്ന വിഷയങ്ങളുടെ നടുവിൽ ദൈവം നമുക്കൊരു വലിയ വിടുതൽ തരുവാൻ. സഭയിൽ ആത്മീയവർദ്ധനം ഉണ്ടായി, കർത്താവിനോടുള്ള ഭക്തി വർദ്ധിച്ചു വന്നു, അനേകം രക്ഷിക്കപ്പെട്ട ദൈവകൃപയിൽ വരുവാനിടയായി തീർന്നത് സഭയുടെ നല്ല കാലമാണ്. പരിശുദ്ധാത്മാവ് അത്ഭുതകരമായി പ്രവർത്തിച്ചു കൊണ്ടിരുന്നു. ദൈവത്തിന്റെ ആത്മാവ് സഭയിൽ പ്രവർത്തിച്ചതുകൊണ്ട് നല്ല കാലം ആദിമ സഭയ്ക്കുണ്ടായി. ആദിമ നൂറ്റാണ്ടിലെ സഭയ്ക്ക് ദൈവാത്മാവ് പ്രവർത്തിച്ചപ്പോൾ ചില പ്രവർത്തികൾ അവിടെ വെളിപ്പെട്ട് വരുവാനിടയായി. കർത്താവിനെ സ്തുതിച്ചു. നമുക്ക് ദൈവം തന്ന കൃപകളെ ദൈവസന്നിധി സ്തോത്രം ചെയ്യും. നമ്മെ തന്നെ ദൈവത്തിന്റെ കാര്യങ്ങൾ ഏൽപ്പിച്ചു. യഹോവേ ഞങ്ങളെ
മടക്കി വരുത്തേണ്ടത്. ആകാശത്തിലെ പെരിഞ്ഞാറ, കൊക്ക്, വീവൽ പക്ഷി ഇതൊക്കെ മടങ്ങി വരാനുള്ള കാലം അറിയുന്നു. ഞങ്ങൾക്കൊരു നല്ല കാലം തരണമേ എന്ന് ദൈവസന്നിധി നമുക്ക് പ്രാർത്ഥിക്കാം. ജീവിതത്തിൽ സഭയിൽ അത്ഭുതങ്ങൾ നടന്നു, അടയാളങ്ങൾ നടന്നു, വീര്യപ്രവൃത്തികൾ നടന്നു. രോഗികളായവർ സൗഖ്യം പ്രാപിപ്പാൻ ഇടയായിട്ടുണ്ട്. അനേകർ സഭയിലേക്ക് വന്നു, രോഗസൗഖ്യം അവിടെ നിഴലിട്ടു. പത്രോസിന്റെ യോഹന്നാന്റെ നിഴൽ കെട്ടി അനേകർ സൗഖ്യം പ്രാപിച്ചതുകൊണ്ട് എന്റെ പതിക്കാല ദൈവമക്കളെ, സഭയ്ക്കൊരു നല്ല കാലം വന്ന നമ്മുടെ നിഴൽ കെട്ടി അനേകർ സൗഖ്യം പ്രാപിക്കത്തക്കവണ്ണം ആദിമ സഭയിൽ നടന്നതുപോലെ ചില അത്ഭുതങ്ങൾ നമ്മുടെ സഭയിൽ നടക്കത്തക്കവണ്ണം ശിഷ്യന്മാരുടെ നിഴൽ കെട്ടിയപ്പോൾ സൗഖ്യം വന്നെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, നിങ്ങൾ അനേകർക്ക് വേണ്ടി ജാഗരിക്കുമ്പോൾ, നിങ്ങൾ അനേകർക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുമ്പോൾ അനേക സൗഖ്യങ്ങൾ നടക്കുവാൻ, അനേക വിടുതൽ നടക്കുവാൻ ദൈവം നമ്മെ തന്നെ നമുക്ക് ഏൽപ്പിക്കാം. പണ്ടത്തെ പോലും നല്ല കാലം ഞങ്ങൾക്ക് തരണമേ എന്ന് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, നന്ദിയോടെ ഞങ്ങൾ തിരുനാമത്തെ സ്തുതിക്കുന്നു. വചനത്തിനായി സ്തോത്രം. ദേശത്തിനൊരു നല്ല കാലം ഞങ്ങൾക്ക് തരുവാൻ, വ്യക്തികൾക്ക് ഒരു നല്ല കാലം തരുവാൻ, സഭയ്ക്ക് ഒരു നല്ല കാലം തരുവാൻ ഈ ദിവസങ്ങളിൽ കർത്താവ് പണ്ടത്തെ പോലെ ഒരു നല്ല കാലം ഞങ്ങളെ മടക്കി വരുത്തത്തക്കവണ്ണം പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിക്കേണ്ടതിനായി സ്തോത്രം. ഈ വചനത്താൽ ഞങ്ങളെ ബലപ്പെടുത്തണമേ. കൃപയെ ഞങ്ങളെ സൂക്ഷിക്കണം. രക്തക്കോട്ടകളെ മറയ്ക്കണം. കാണുമ്പോൾ രക്തക്കോട്ടകളെ മറയ്ക്കും. യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ പിതാവായ ദൈവത്തിന്റെ സ്നേഹപുത്രനായ യേശുവിന്റെ കൂട്ടായ്മയും പരിശുദ്ധാത്മാവിന്റെ കാവലും കടന്ന നേരത്തിന്മേലും എല്ലാ പ്രിയപ്പെട്ടവരുടെ മേലും കർത്താവിന്റെ വരൂരെ ഇവിടെ ഉണ്ടായിരിക്കുമാറാകട്ടെ.